friends, welcome to Sneha. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടാൽ ആരും കാണാറില്ല, ഇപ്പം എല്ലാവരും വന്ന് കാണുന്നുണ്ട്, സന്തോഷം. അപ്പോൾ നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ രാവിലെ നിന്ന് 11:30 എണീറ്റു. ഇടിവെട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. ആന വന്ന് അലറിയാൽ പോലും എനിക്കത് ഞാൻ അത്ര ഇടിവെട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റു. നീ ഇടിവെട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റ് ഒരു കണ്ണു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നേരത്തെ എണീച്ചല്ലോ വിചാരിച്ചു. കാരണം ഫുള്ളി ഇരുട്ടായിരുന്നു, ഭയങ്കര ഫുള്ളി ഇരുട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല അമ്പത് ഞാൻ നേരത്തെ 7 മണിക്കൊക്കെ ഉണ്ടാവണ ആ ഒരു കളറായിരുന്നു. പക്ഷെ നോക്കുമ്പോ അതിന് വരാം അത് ജസ്റ്റ് നല്ല മഴ വെച്ചാൽ നല്ല മഴയായിരുന്നു, പ്ലസ് ഇടിവെട്ടും. അപ്പൊ അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ ഇരുട്ട് കയറി ഇരിക്കായിരുന്നു. തലയിൽ ഒരു കമ്പൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ കമ്പ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ എന്റെ ചങ്കായിട്ടുണ്ട്. ഇത് ഞാൻ പ്രിയങ്കയെ പോയപ്പോൾ വാങ്ങിയതായിരുന്നു, പക്ഷെ ഇത്ര ഉപയോഗം ഉണ്ടാവും വിചാരിച്ചില്ല. ഇതിപ്പോ ഞാൻ വെറുതെ കുത്തിയിട്ടതാ. പക്ഷെ സാധാരണ ഞാൻ പെണ്ണോണ്ടൊന്നും കെട്ടാണ്ട് വെറുതെ മുടി കെട്ടിയിട്ട് ഇത് കുത്തും, കുറെ നേരം അങ്ങനെ നിന്നോളും. ഓക്കെ, പിന്നെ ഞാൻ തലയിൽ ഇപ്പൊ എണ്ണ തേച്ചു കൂട്ടാം. ഇനി നാളെയും കൂടെ ഒരു ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കത്തിക്കൽ തീരാൻ വേണ്ടിയിട്ട്. വെക്കേഷൻ നാളത്തോടു കൂടെ തീരും. ജൂൺ 3-ാം തീയതി സ്കൂളിൽ നിന്ന് തുറക്കും. അപ്പൊ കത്തിക്കലൊക്കെ ഒരുവിധം തീർന്നു. ഇന്നെ ഫ്യൂസൊക്കെ പോയി തുടങ്ങി. 4 ദിവസം കൂടെ തന്നെ ഉള്ളൂ. അപ്പൊ എണ്ണയൊക്കെ തേച്ച് ഞാൻ എണ്ണയുടെ കൂടെ മറ്റേ ആൽപ്സിൻ്റെ റോസ്മേരി ഓയിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് തേച്ചത്. അത് നല്ലത് തേക്കണം. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തേക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വല്ല മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചാലും വിചാരിച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ പൊട്ടി വീണപ്പോൾ ഇവിടുത്തെ ചില്ലൊക്കെ ഇളകിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായി. ഇപ്പം പൊട്ടിയോട് വേറെ ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചതാണ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഫേസ് മാസ്ക് ഇടാൻ പോയിട്ട് എന്താണെന്നറിയില്ല. ഫേസ് മാസ്ക് ഇടാനൊരു കൊതി, വെറുതെ ഒരു രസത്തിനിടാം നമുക്ക് ചുമ്മാ. എനിക്ക് മറ്റേ ആൽപ്സിൻ്റെ മുമ്പ് PR വന്ന ആദ്യം PR നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ PR വന്നപ്പോൾ പൗഡറുകളായിരുന്നു ആ ഒരു സമയത്ത് എന്താ പറയുക ട്രെൻഡ്. അപ്പോൾ ഒരു ബോക്സ് കണക്കിന് കുറേ പൗഡർ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അയ്യോ ടാൽക്കമല്ല, മറ്റേ ബീറ്റ്റൂട്ട് പൗഡർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് മുഖത്ത് പാരൻ. ഗൈസ്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എടുക്കാം. എണ്ണയൊന്നും നമുക്ക് ആവശ്യമില്ല. മഞ്ഞളും വേണ്ട. മഞ്ഞളിട്ട മുഖത്ത് മഞ്ഞ കളർ വരുന്നുണ്ട്. അത് ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലാണ്ട് നോർമലി ഇടുമ്പോൾ വരും. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഫ്രഞ്ച് പിങ്ക് ക്ലേ പൗഡർ, ഗ്രീൻ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തലയിലിടുന്നതാണ്. ബീറ്റ്റൂട്ട് പൗഡർ മുഖത്ത് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു പേടി. നമുക്ക് പിങ്ക് ഇട്ട് നോക്കാം. സാധാരണ മുഖത്ത് ഞാനൊന്നും പരീക്ഷിക്കാറില്ല, പക്ഷെ ആൽപ്സിൻ്റെ ആണ് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് എടുക്കാം. ഇതും റോസ്മേരി ഇതിലില്ല. റോസ്, ഈ റോസ് വാട്ടറിൻ്റെ മണം ഇഷ്ടമില്ല, ഈ റോസ് വാട്ടറിൻ്റെ. ഓക്കെ, എടുക്കണോ? എടുക്കണം വേണ്ടോ? ഇവിടെ പാലും തൈരൊന്നുമില്ല, അപ്പം നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫ്രഞ്ച് പിങ്ക് ക്ലേ പൗഡറും റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. 2 കുപ്പിയിൽ ഒരുവിധം തീരാനായിട്ടോ ഉപയോഗിക്കാറുള്ളൂ. കുറച്ചുള്ളൂ, പക്ഷെ നമുക്ക് ഉപയോഗിക്കാം. അമ്മ ഇവിടെ പാലും തൈരൊന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്കറിയാമെന്നോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ബ്രഷ്, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കാറ്. പിന്നെ എൻ്റെ ആസ് ഓൾവേസ് ഒരു പാത്രം, ഇതുകൊണ്ട് ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ. നമുക്കിത് എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് കോഴ്സ് 12:30 കഴിഞ്ഞു. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കളർ എന്താ നോക്കട്ടെ. പിങ്ക്. ഓ, എനിക്ക് തോന്നുന്നുണ്ട് കലക്കുമ്പോൾ പിങ്കാവും. നമുക്ക് ഇത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനിയിപ്പോൾ ക്യാമറ തിരിച്ച് വെച്ചിട്ട് ഒഴിക്കുന്നത് കാണിക്കാൻ വലിയ കൈസ് മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മതി.
കുറച്ചെടുത്തിട്ടുള്ളേ, കുറച്ച് കഴിക്കാം. അടുത്ത് വന്നിട്ട് ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് കേട്ടോ. വരൂ ഇതടുത്താണ്. ഓരോരുത്തർ 1 by 1 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് പിങ്ക് കളറൊന്നും ആവുന്നില്ലല്ലോ. മിക്സ് ചെയ്ത് ചിലപ്പോൾ ആവും. ഞാൻ പേരൊക്കെ കേട്ടപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭംഗിയുണ്ട് അല്ലേ, ഒരു ബ്രൗൺ കളറൊക്കെ പോലെ, ലിപ്സ്റ്റിക്കിൻ്റെ കളർ. നമുക്ക് ഇട്ടുവിടുക. ഹായ് ലവ് ഷേപ്പ് ടൊപ്പർച്ച് വരച്ചു കൊടുക്കാം. നമുക്ക് ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കാൻ ഇട്ട് കൊടുക്കാം. വെയിലത്തൊക്കെ പോയി ഞാൻ തന്നെ തുടയ്ക്കണം. ഗുണം സത്യത്തിൽ എനിക്കറിയില്ല, പക്ഷെ മെയിൻ ഗുണം വെച്ച ഊതുമ്പോൾ തണുപ്പ് കിട്ടുന്നുണ്ട്. അയ്യോ അങ്ങനെ ചോദിക്കല്ലോ, എനിക്കറിഞ്ഞൂടാ. നമ്മൾ അടുത്തതായിട്ട് നെറിസിന്റെ മുഖത്ത് കലാപരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. നല്ല തണുപ്പില്ലേ, ആരംഭിക്കട്ടാ. ഡയലോഗ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തേച്ച് കൊടുക്കാൻ, മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ, ഇങ്ങനെ കുറെ പരിപാടികളൊക്കെ എൻ്റെ ഫേവറേറ്റ്. നീ ഒരു സ്ഥലത്ത് നിന്നേന്നീലോ ചേച്ചി? എന്ത് മേക്കപ്പ് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നെറിസിന്റെ മുഖത്തൊക്കെ ട്രൈ ചെയ്യുള്ളൂ. എടുത്തു. പക്ഷെ ഞാൻ വരത്തില്ല, എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ചെയ്യാൻ. നല്ല സുഖം ഉണ്ടാവൂലേ ചേച്ചിക്ക് പരട്ടുമ്പോൾ. ഈ കൈ കൊണ്ടിടുമ്പോഴും ബ്രഷ് കൊണ്ടിടുമ്പോഴും ഭയങ്കര വ്യത്യാസമാണ്. കൈ കൊണ്ടിടുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും എവിടെയെങ്കിലൊക്കെ ഒന്ന് ഫില്ലാവാണ്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാകുമ്പോൾ കറക്റ്റ് നമുക്ക് നല്ല സുഖം ചെയ്യാൻ. പിരികം കണ്ണിൻ്റെ അവിടേക്ക് അധികം ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം സെൻസിറ്റീവ് ഏരിയ ആണ്. കഴുത്ത് നീ തേച്ചു കൊടുത്തു. ഓക്കെ, സിസ്റ്റേഴ്സ് ബോണ്ടിങ്. അപ്പം എൻ്റെ മുഖത്തും നെർസിൻ്റെ മുഖത്തും ഫുൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു ഗൈസ്. നെർസ് എന്തൊക്കെയോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ എൻ്റെ കുറച്ചായിട്ട് ഉണങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അവളെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. പുറത്തെ മഴ കുറഞ്ഞു ഗൈസ്, ഇപ്പം നല്ലോണം മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോയ്സ് മുഖത്ത് ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട്. പക്ഷെ ചിരിക്കാൻ പാടില്ല, ഇതിട്ടാൽ സംസാരിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇത് ഓവറായിട്ട് ഉണങ്ങി നല്ലോണം വലിയും, പിന്നെ ഓവറായിട്ട് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോയി കുളിക്കുകയാണ്. പിന്നെ കുളിച്ച് മൊത്തത്തിലൊന്ന് അടിച്ച് നനച്ചിട്ട് ഞാൻ വരാം ഗൈസ്. നമ്മൾ ചൂടുവെള്ളമായിട്ട് ഇപ്പോൾ വരും. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രണ്ടിലത്തെ ഒരു കടയിൽ. നമ്മൾ ഇന്നാളൊരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചില്ല, അവിടെ പോയി ഐസ്ക്രീം വാങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാംഗോ ബാർ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാംഗോ ബാർ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അതിനെക്കാട്ടും എനിക്ക് ചോക്കോ ബാറാണ് കൂടുതൽ ഇഷ്ടം, അമേരിക്കൻ ബാറൊക്കെ. അപ്പോൾ അത് എന്തായാലും എനിക്ക് ഐസ്ക്രീം വേണ്ടി ഏത് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനാണെങ്കിൽ കറക്റ്റ് പല്ലിൽ വെച്ച് കടിച്ചപ്പോൾ എൻ്റെ പല്ല് മൊത്തത്തിൽ അങ്ങോട്ട് പുളിച്ചു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഗൈസ് വന്നത്. അപ്പം നീലുവിനും കാണിക്കണം പറഞ്ഞ് അവളും കടിച്ചു, അപ്പോഴും നല്ലത് കിട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നെർസ് എനിക്ക് മാനിക്യൂർ ചെയ്ത് തരുമായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഇട്ടുണ്ടാകും, എന്തായാലും സ്കൂൾ വർക്കല്ലേ, അപ്പോൾ ഫുൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ അവൾ ക്യൂട്ടിക്കിൾസൊക്കെ എടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ അവൾക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഷോർട്സോ റീൽസോ എന്തോ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ നഖം മൊത്തം അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലിയർ നെയിൽ പോളിഷ് ഇട്ടു. അതിനുശേഷം നീലായിരുന്നു ഒന്ന് വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു. ഞാനും നെർസും മേലഴുകിയിട്ടുണ്ടായിരുന്നില്ല, രാവിലെ കുളിച്ചതല്ലാതെ വൈകുന്നേരം മേലഴുകിയിട്ടുണ്ടായിരുന്നില്ല. നീലും മേലഴുകി പോയിട്ടപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് അവൾ വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വിളക്ക് വെച്ചില്ല എന്ന് മാത്രം. ഏതെങ്കിലും 3 പേരിൽ ഏതെങ്കിലും ഒരാളാണ് വിളക്ക് വയ്ക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം ഓൾട്ടർനേറ്റീവായിട്ട് വരാം.
ചിലപ്പോൾ അമ്മയാവും വയ്ക്കുക അങ്ങനെയൊക്കെ. പിന്നെ രാത്രി ഒരു ബിഗ് ബോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ 10:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ണ് കുത്തി കളിക്കാൻ വേണ്ടി കൊതി വന്നത് ഗൈസ്. അപ്പോൾ ഷോളൊക്കെ ഇട്ടിട്ട് കണ്ണ് കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. നെർസിനായിരുന്നു ആദ്യം, ഇവർ 3 പേരാണ് ആദ്യം കളിച്ചായിരുന്നത്. അപ്പോൾ ഞാനും കൂടെ പോയി ജോയിൻ ചെയ്തു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറേ ആയി കളിച്ചിട്ട്, ഇങ്ങനെയൊക്കെ വെക്കേഷൻ വന്നതിന് ശേഷം കളിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ കഴിയാറായപ്പോഴാണ് കളിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ വന്നിട്ട് നമ്മൾ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ തലേദിവസമാവും എന്തായാലും ഈ വീഡിയോ വരാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ വീഡിയോ ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്തായാലും. അപ്പോൾ സ്കൂൾ തലേദിവസമായിട്ടാവും വീഡിയോ വരിക. പക്ഷെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. തലേദിവസം എന്തൊക്കെ ഞാൻ ചെയ്തു എന്നും ബാക്ക് പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. From this game, out. OUT, out, get out from this game. OUT, out, get out from this game. Yes. Go. Okay. നീരുവിനെ പിടിച്ചു ഗൈസ്. എന്നെ കണ്ടുപിടിച്ചു. എനിക്കാരെ കാട്ടിരുത്താൻ മതിയായിരുന്നു. ഇനി ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കണം കേട്ടോ. പാതിരക്കുള്ള ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് കിടന്നുറങ്ങണം. കിടന്നുറങ്ങണേക്കാട്ടി മുന്നേ നമുക്കിങ്ങനെ വേർത്ത് കുളിച്ചിട്ടൊന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പോയി മേലെഴുകട്ടെ. എന്തായാലും ചൂടെടുക്കുന്നില്ല, പക്ഷേ നമുക്ക് വേർത്തൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പോയി കിടന്നുറങ്ങാൻ അത്ര സുഖമില്ല. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ. നെവർ മൈൻഡ് ഗൈസ്, എന്തൊക്കെയോ കുറേ ഡ്രസ്സിൻ്റെ പേരുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഇനി മേലേക്കിട്ട് വരാം. അപ്പം എൻ്റെ മെയിലൊക്കെ കഴുകി കഴിഞ്ഞു ഗൈസ്. മെയിലൊക്കെ കഴുകി ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഡ്രസ്സ് തലവിരിച്ചിട്ടാണ് ഇട്ടതെന്ന് മനസ്സിലായി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങാനാണല്ലോ പോകുന്നത്. പിന്നെന്താ, നേഴ്സൊക്കെ എൻ്റെ നെയിൽസൊക്കെ അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഋതു അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഋതു ഇന്ന് ഇവിടെയൊക്കെ എടുക്കണം പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ അങ്ങനെ എടുക്കാൻ വരാൻ പറ്റില്ല. പറ്റായിക്കൊന്നുമില്ല, പക്ഷെ പിറ്റേ ദിവസം സ്കൂൾ ഉണ്ടാവില്ല. അപ്പോൾ ശനിയാഴ്ചയൊക്കെ ആയിട്ടാണ് അവൾ വരാറ് കൂടുതൽ. അപ്പം ഇന്ന് അവൾ ഇവിടെ കിടന്നു. അങ്ങനെ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.